ഭവൻസ് കൊടുങ്ങല്ലൂരിൽ ആവിഷ്കാർ 2025 ശാസ്ത്ര പ്രദർശനം ശ്രദ്ധേയമായി. കൊടുങ്ങല്ലൂർ ഭാരതീയ വിദ്യാഭവൻ കൊടുങ്ങല്ലൂർ കേന്ദ്രത്തിൽ ആവിഷ്കാർ 2025 എന്ന പേരിൽ ശാസ്ത്ര പ്രദർശനം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും നവീകരണത്തിൻ്റെ മൂല്യവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിലെ ശാസ്ത്ര ക്ലബ്ബും ഇന്നോവേഷൻ സെല്ലും സംയുക്തമായാണ് ഈ പരിപാടിക്ക് രൂപം നൽകിയത്. ചടങ്ങിന് തുടക്കം കുറിച്ച് ഹെഡ് ബോയ് നിതിൻ കൃഷ്ണ സ്വാഗതം പറഞ്ഞു. തുടർന്ന് ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന മനോഹരമായ ഒരു ഡെമോൺസ്ട്രേഷൻ വേദിയിൽ അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ സുവിധ ടീച്ചർ, വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യലക്ഷ്മി ടീച്ചർ, ട്രഷറർ രാമകൃഷ്ണൻ സാർ, സയൻസ് വിഭാഗം മേധാവി മൃദുല പി.വി., ഹെഡ് ബോയ് നിതിൻ കൃഷ്ണ, ഹെഡ് ഗേൾ ഗായത്രി സംഗീത് എന്നിവർ ചേർന്ന് നിലവിളക്ക് തെളിയിച്ച് പ്രദർശനത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. പ്രദർശനത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രസംഗത്തിൽ പ്രിൻസിപ്പൽ സവിത ടീച്ചർ വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഇത്തരത്തിലുള്ള പ്രദർശനങ്ങൾ അവരുടെ വളർച്ചയ്ക്കും കഴിവുകൾ വികസിപ്പിക്കുന്നതിനും എങ്ങനെ വേദിയാകുന്നുവെന്നും വിശദീകരിച്ചു. So science exhibitions are actually providing a platform to showcase your scientific abilities. Dear students, science is simply not a subject which you study in the classroom. There are so many things around us and we need to know about all this. So studying these subjects, exploring them, discovering them and applying them in your practical life is all we get from these exhibitions. One disturbing trend that we see these days is the number of participants is reducing every year. And we have no idea what is the reason behind this. Children, only when you participate in such types of exhibitions, your confidence will increase and this will be helpful to you in all the walks of your life. It is not just about winning or being the top. These exhibitions are going to have a big impact on your life. You will know how to apply the knowledge what you get in the classroom in a practical way. ട്രഷറർ രാമകൃഷ്ണൻ തൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അതിലെ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. ഇതൊരിക്കലും പാടില്ല. കാരണം ചിന്തിക്കുന്ന ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. എല്ലാം വരുന്നത് പോലെ കേൾക്കുന്നതല്ല. ഒരു കല്ലെടുത്ത് നമ്മൾ മുകളിലേക്ക് എറിയുമ്പോൾ ആ കല്ല് എന്തുകൊണ്ട് താഴേക്ക് വരുന്നു, എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് ചെറുപ്പത്തിലെ തന്നെ ചിന്തിച്ച് അതിനുള്ള കാരണം എന്താണ്? ഈ സയൻസ് കണ്ടുപിടിക്കലാണ് നമ്മുടെ ദൗത്യം. നമ്മുടെ പഠനം അതിനായിരിക്കണം. നമുക്ക് വേണ്ടി മാത്രമായിരിക്കും. ലോകത്തിൻ്റെ ഏതൊരു കോണിലും ഒരു സയൻസിൻ്റെ കണ്ടെത്തൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഭാഗത്തെ ഉപയോഗത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഈ ലോകത്തിൻ്റെ മുഴുവനും നല്ലതിനായിട്ടാണ് അത് പരിഗണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ കുട്ടികളും അടുത്ത വർഷം മുതൽ ചെറിയൊരു കാര്യമായാലും സയൻസ് എക്സിബിഷനിൽ പങ്കെടുക്കണമെന്നുള്ള ഒരു ചെറിയൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. പരിപാടിയുടെ ഔപചാരിക ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് കൾച്ചറൽ സെക്രട്ടറി ശ്രീനിക രാജ് നന്ദി പറഞ്ഞു. തുടർന്ന് പ്രിൻസിപ്പൽ സവിത ടീച്ചർ റിബൺ മുറിച്ച് പ്രദർശനത്തിൻ്റെ കവാടം ഔദ്യോഗികമായി തുറന്നു. പ്രപഞ്ചം, രസതന്ത്രം, ജീവശാസ്ത്രം, ഊർജ്ജതന്ത്രം, സാങ്കേതിക വിദ്യ തുടങ്ങി ശാസ്ത്രത്തിൻ്റെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട നിരവധി മോഡലുകളും പ്രോജക്റ്റുകളുമാണ് വിദ്യാർത്ഥികൾ പ്രദർശിപ്പിച്ചത്. This principle states that a change in magnetic field near a conductor will induce an electromotive force or voltage, which in turn produce current. The components used to make this are wooden base, LED light,
magnet, copper coil, 9-volt battery, motor and a switch. An electric generator converts mechanical energy to electrical energy. When we The water collected in a small tumbler, water in a dispenser. Human heart. We Okay. are from fifth element. We are making a human heart. This monomer shows the chambers of the human heart. The right hand side and the right hand side. ഭാവിയുടെ ശാസ്ത്രജ്ഞരെ വാർത്തെടുക്കുന്നതിൽ ആവിഷ്കാർ 2025 മികച്ച ചുവടുവയ്പായി മാറി.